തട്ടിക്കോ തട്ടിക്കോ. കടിക്കരുത് കടിക്കരുത്, കടിച്ച പൊട്ടും. പൊട്ടിച്ച്. അത് വേണ്ട അത് വേണ്ട. വേറെ ബലൂൺ തരാട്ടാ. ലിയോ കൂട്ടൻ പാവം കളിച്ചോണ്ടിരിക്കായിരുന്നു. ആ സ്കൂബി ഒന്ന് ബലൂൺ പൊട്ടിച്ചളഞ്ഞ് വൃത്തിയായിട്ടവള്. നമുക്ക് അടുത്ത ബലൂൺ പൊട്ടിച്ചു കൊടുക്കാം. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാണ്ടല്ലോ, രാവിലെ തന്നെ നമ്മൾ ലിയോക്കുട്ടൻ എവിടുന്നോ ഒരു കാക്കയുടെ തൂവലും പെറുക്കിക്കൊണ്ട് വന്നിരുന്ന് കളിക്കുന്നത് കണ്ടും. അത് കണ്ടപ്പോഴത്തേക്കും ഞാനൊരു ബലൂൺ അങ്ങോട്ട് വീർപ്പിച്ചിട്ട് കൊടുത്താണ് കേട്ടോ. പിന്നെ അവിടെ നടന്നതെന്ന് പറയുമ്പോഴത്തേക്ക് കലാപമായിരുന്നു. നമ്മുടെ ലിയോക്കുട്ടൻ്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയായിരുന്നു കേട്ടോ. അവൻ ആദ്യമായിട്ടാണ് ബലൂണിൻ്റെ ഒപ്പം കളിക്കുന്നത്. ഇത്രയും നാളും വല്ല കോഴിത്തൂവലിനെയും പന്തിൻ്റെയൊക്കെ ഒപ്പം കളിച്ചിട്ടുള്ളൂ. അവനാണെങ്കിൽ പന്ത് ഒട്ടും തന്നെ ഇഷ്ടമല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവനൊരു തട്ട് കിട്ടുമ്പോഴത്തേക്ക് പന്താണെങ്കിലും അങ്ങ് ഉഗാണ്ടയിലേക്ക് വരെ പോയി കളി കേട്ടോ. ചെക്കൻ അതിൻ്റെ പുറകെ കിടന്ന് ഓടാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തവരും തന്നെ പന്തിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. പിന്നീട് ഇഷ്ടമുള്ളത് കോഴിത്തൂവലാണ്. കോഴിയല്ല കേട്ടോ, കാക്കത്തൂവൽ മാത്രമേ കിട്ടാറുള്ളൂ. പിന്നെ മേളിൽ കൊക്കറ്റിയിലെ തൂവലും, വലിയ തൂവല കളിക്കാൻ എടുക്കുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ നിന്നോ കാക്കത്തൂവലായിട്ട് വന്ന് കളിക്കുന്നുണ്ടാകുമ്പോഴത്തേക്കും ഇവിടെ സിയക്കുട്ടിയുടെ ഐശക്കുട്ടിയുടെയും കുറച്ച് ബലൂണുകൾ ബാക്കിയിരിക്കുന്നുണ്ടായിരുന്നു. വേഗം തന്നെ അത് വീർപ്പിച്ച് ഒരെണ്ണം ഇട്ടുകൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അത് പൊട്ടിച്ചളഞ്ഞ കേട്ടോ. അങ്ങനെ എല്ലാം കൂടി അവിടെ കിടന്ന് കളിക്കുന്ന നേരത്താണ് നമ്മുടെ സ്കൂബിക്കുട്ടിക്കാണെങ്കിൽ തൂവൽ ബാധ കയറിയതും ആളാണ് ഈ കാലിൽ 2 റബ്ബർ പന്ത് വെച്ച് പിടിപ്പിച്ചോണം കിടന്നിട്ട് തുള്ളിച്ചാടായിരുന്നു കേട്ടോ. ആ ഒരു തൂവലും വെച്ചിട്ടാണെങ്കിൽ എന്തൊക്കെയാണ് കാട്ടണമെന്ന് അവൾക്ക് തന്നെ അറിയാൻ പാടില്ല. ഇവളുടെ ഈ കാട്ടായം കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ ടെഡിക്കുട്ടൻ വരെ ഓടി വന്നു. ഇതെന്നാത്ത ചാതനമൊന്നും പറഞ്ഞ് വന്ന് നോക്കിക്കണം കേട്ടോ. ലിയോക്കുട്ടൻ ഇത് കണ്ട് സഹിക്കാൻ പറ്റിയില്ല. വേഗം തന്നെ അവളുടെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറിച്ചുകൊണ്ട് പോയിട്ടോ. കാര്യം എന്താ വെച്ചാൽ അവനാണ് ഇവിടുത്തെ മെയിൻ. അവൻ മാത്രം ഇവിടെ ഷെയിൻ ചെയ്യാൻ പാടുള്ളൂ. മറ്റാരും തന്നെ അതിൻ്റെ ഇടയിൽ കയറി ആളവൻ നോക്കരുത്. അതവൻ ഇഷ്ടപ്പെട്ടില്ല. വേഗം തന്നെ ആ തൂവൽ എവിടെയും കൊണ്ടേ മാറ്റി വെച്ചിട്ടാണെങ്കിൽ ബലൂൺ പിടിച്ച് കളി തുടങ്ങി കേട്ടോ. സ്കൂബി കുട്ടിയാണെങ്കിൽ തൂവൽ പോയ സങ്കടത്തിൽ അപ്പുറത്തേക്ക് മാറിയിരിക്കുന്നു. ചെക്കനാണെങ്കിൽ ഇവിടെ കിടന്നിട്ട് ബലൂൺ വെച്ചിട്ടാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കണം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇവൻ്റെ ഈ ഓട്ടം ചാട്ടം കാണാൻ. ആൾ ഭയങ്കര കുരുത്തക്കേടാണ് കേട്ടോ. ഈ കാണുന്ന ആളൊന്നും നല്ല കടി വെച്ച് തരും കേട്ടോ. ഇടയ്ക്ക് സ്നേഹം കൂടുമ്പോഴൊക്കെ കടി വെച്ച് തരും. ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ് നമ്മുടെ ലിയോക്കുട്ടനും. അങ്ങനെ ലിയോക്കുട്ടൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മണിക്കുട്ടിയുടെ എൻട്രിയും. വേഗം തന്നെ ലിയോക്കുട്ടൻ്റെ നൈസായിട്ട് മണിക്കുട്ടി ആണെങ്കിൽ വന്നും ബലൂൺ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് കേട്ടോ. ലിയോക്കുട്ടനാണെങ്കിൽ ബാക്കി എല്ലാവരുടെ അടുത്തു നിന്നാണെങ്കിൽ തട്ടിപ്പറിച്ച് വാങ്ങിച്ചു കൊടുക്കും. മണിക്കുട്ടീൻ്റെ എന്തോ ഒരു പേടിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മണിക്കുട്ടി അടുത്തേക്ക് അങ്ങനെ അടുത്തില്ല. മണിക്കുട്ടിയാണെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ബലൂണും വെച്ച് കളിക്കായിരുന്നു കേട്ടോ. ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വാടാന്നും പറഞ്ഞിട്ടാണ് ലിയോക്കുട്ടനാണെങ്കിൽ പമ്മി നടക്കിയണം. ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം കേട്ടോ. മണിക്കുട്ടി അതിൻ്റെ ഇടയ്ക്ക് എന്തിൻ്റെയൊക്കെയോ മണം പിടിക്കാൻ അങ്ങോട്ടേക്ക് പോയ തക്കം നോക്കിയിട്ടാണ് ഈ സൈഡിൽ കൂടെ ഒന്ന് അടിച്ച് മാറ്റാൻ നോക്കി. പക്ഷെ മണിക്കുട്ടി ബുദ്ധിമതിയാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെ ഒന്നും വിട്ടുകൊടുത്തില്ല. നമ്മൾ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ കണ്ടില്ലേ, തന്ത്രപരമായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകില്ലേ, അതേക്കെ പോലെ തന്നെ മണിക്കുട്ടിയാണെങ്കിൽ പിന്നെ എന്താ പറയണ അവളുടെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു എന്ന് പറയാം കേട്ടോ. പിന്നീട് മണിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ ഒരു ബലൂണ് കിട്ടാനായിട്ട് നമ്മുടെ ലിയോക്കുട്ടന് ഒരുപാട് പണിപ്പെട്ടും. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് വലിയൊരു സംഭവം നടന്നിട്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ലിയോക്കുട്ടനിട്ട് ഇവള് വട്ടി കളിപ്പിച്ചുകൊണ്ടാണോ അതോ മണിക്കുട്ടീനെ കണ്ടിട്ട് ഇഷ്ടപ്പെടാനായിട്ടാണെന്ന് അറിയില്ല. നമ്മൾ ടെഡിക്കുട്ടൻ രംഗത്തേക്ക് ഇറങ്ങിയിട്ട് വലിയേട്ടനല്ല കേട്ടോ, കൊച്ചേട്ടനാട്ടോ. വലിയേട്ടൻ നമ്മുടെ മണിക്കുട്ടനുണ്ട്. അവനാണ് നമ്മുടെ മണിക്കുട്ടീനെ ഓടിച്ചിട്ടിട്ട് വിരട്ടാൻ തുടങ്ങിയേട്ടോ. കടിക്കുന്നൊന്നുമില്ല. പക്ഷെ മണിക്കുട്ടീൻ്റെ അടുത്ത് ഈ പരിസരത്ത് നിന്ന് വെറുതെ എൻ്റെ പിള്ളേർ ഇവിടെ കിടന്ന് കളിക്കുന്ന കണ്ടില്ലേ, നീ വേണമെങ്കിൽ പുറത്തു പോയി കളിച്ചോ എന്നുള്ളൊരു മട്ടിലാണെങ്കിൽ അവളെ വിരട്ടി നിർത്താൻ തുടങ്ങി. നമ്മുടെ സ്കൂബിക്കുട്ടിയും പാറുക്കുട്ടിയാണെങ്കിൽ ഇതൊക്കെ കണ്ട് അവിടെ വായും പൊളിച്ച് നോക്കിയിരിക്കുന്നു. ഈ സൈഡിൽ കൂടെ ആണെങ്കിൽ നമ്മുടെ ലിയോക്കുട്ടൻ ആ തക്കത്തിന് ബലൂണും വെച്ച് കളിക്കായിരുന്നു. വേഗം തന്നെ മണിക്കുട്ടി അതിൻ്റെ ഇടയിലേക്ക് കയറിയിട്ടും. പക്ഷെ മണിക്കുട്ടിക്കാണെങ്കിൽ ഇത്ര നേരം അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച ആ ഒരു ഉഷാറൊന്നും കാര്യമായിട്ടില്ല കേട്ടോ. അവളുടെ അടുത്തേക്ക് ആ ബലൂൺ ചെന്നപ്പോൾ അവൾ തട്ടിപ്പറിച്ച് വാങ്ങിച്ചെന്നല്ലാതെ ലിയോക്കുട്ടൻ്റെ അടുത്ത് പോയി തട്ടിപ്പറിച്ച് വാങ്ങിച്ചെടുത്തില്ല കേട്ടോ. പിള്ളേരെ തലയിൽ കെട്ടുന്ന ബാൻഡ് ഉണ്ടാക്കാണത് എവിടെന്നെങ്കിലും പെറുക്കി കൊണ്ടുവന്നായിരിക്കുള്ളൂ. ഇവിടെ എന്ത് സാധനം വെച്ചാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇവന്മാർക്ക് ഇഷ്ടപ്പെട്ടതിനാൽ അതങ്ങോട്ട് എടുത്തുകൊണ്ട് പോകും കേട്ടോ. ചോദിക്കാനും പറയാനോ നിൽക്കത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ലിയോക്കുട്ടൻ മണിക്കുട്ടിയുടെ അടുത്തുനിന്ന് ബലൂണും വാങ്ങിച്ച് അവിടെ പോയി കളിക്കുന്നതിൻ്റെ ഇടയിലാണ് സിയക്കുട്ടിയുടെ ഐശക്കുട്ടിയുടെ സൈക്കിൾ അവിടെ ഹോളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സൈക്കിളിൻ്റെ ഇടയിലേക്ക് ബലൂൺ പോയി അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് പണിപ്പെടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ അവിടെ കിടന്ന് ഒറ്റയ്ക്ക് കിടന്ന് പണി പറഞ്ഞുണ്ടാകുമ്പോഴത്തേക്ക് ഇത്രയും നേരം ബലൂണും പിടിച്ച് കളിച്ചല്ലേ, ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മണിക്കുട്ടി വന്നു. പക്ഷേ രണ്ടുപേർക്കും പുറത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞില്ല. മണിക്കുട്ടി ബലൂൺ പുറത്തേക്ക് ഇറക്കാനാന്നും പറഞ്ഞ് വന്നിട്ടാണെങ്കിലും അപ്പുറത്തുണ്ടായി നമ്മുടെ സ്കൂബിക്കുട്ടിയുടെ കളിപ്പാട്ടത്തിൽ ഞോണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മണിക്കുട്ടീനെ വീണ്ടും ടെഡിക്കുട്ടൻ ടാർഗറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ടെഡിക്കുട്ടനാണിപ്പോൾ മണിക്കുട്ടിയുടെ പുറകെ ഒന്നും പോകുന്നൊന്നുമില്ല. ചിലപ്പോൾ മണിക്കുട്ടീനെ ലൈൻ ഇടാൻ പറ്റുവാണോന്ന് അറിയില്ല. കലിപ്പൻ്റെ കാന്താരിയാണ് അവളും. അറിയത്തില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമൊന്നും ടെഡിക്കുട്ടനും മണിക്കുട്ടിയും തമ്മിൽ ഒന്നാവാനൊക്കെ ആയിട്ടാണ്. നമ്മുടെ ടെഡിക്കുട്ടൻ്റെ കുഞ്ഞിനൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവിടെ നമ്മുടെ ലിയോക്കുട്ടനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കുടുങ്ങിയ ബലൂൺ എടുക്കാൻ വേണ്ടിയിട്ടും തന്ത്രപ്പെടുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മുടെ പാറുക്കുട്ടിയും ചെന്നിട്ടുണ്ട്. പാറുക്കുട്ടിയുടെ കളിപ്പാട്ടമാണ് ആ കിടക്കുന്ന ഓറഞ്ച് സംഭവം കേട്ടോ. അപ്പം ഞാനിതൊന്ന് പുറത്തേക്ക് എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറേ നേരം അതിൻ്റെ ഇടയിൽ കിടന്നിട്ടാണെങ്കിൽ അത് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് തന്ത്രപ്പെടുന്നതും.
ബലൂൺ കയ്യിലേക്ക് കിട്ടിയപ്പോൾ ചെക്കൻ്റെ സന്തോഷം നോക്കിയും ഇവനെ വല്ല സർക്കസിലും വിട്ടതിനെ 4 കാശ് ഉണ്ടാക്കായിരുന്നു കേട്ടോ. അമ്മാരി അഭ്യാസമാണ് ഇവൻ കിടന്ന് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ പാറുക്കുട്ടിയാണ് സങ്കടപ്പെട്ടിരിക്കണം. എന്നാൽ ഈ ഒരു തിരിപ്പ് എന്നോട് കാണിക്കണ്ടായിരുന്നു. എൻ്റെ കളിപ്പാട്ടം മാത്രം എടുത്ത് തന്നില്ല എന്നും പറഞ്ഞിരുന്നെങ്കിൽ അവൾ തന്നെത്താനെ വന്ന് അത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലിയോക്കുട്ട വീണ്ടും ആ സൈക്കിളിൻ്റെ ഇടയിൽ തന്നെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് പുറത്തേക്ക് എടുക്കാൻ പറ്റാതെ നോക്കിയിരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മുടെ പാറുക്കുട്ടിയുടെ ആ കളിപ്പാട്ടം അങ്ങോട്ടേക്ക് വന്നതും. പിന്നെ എല്ലാം കൂടി ആ ഒരു കളിപ്പാട്ടത്തിൻ്റെ പുറകെ ആയിട്ടുണ്ട് കേട്ടോ. ലിയോക്കുട്ടൻ്റെ ബലൂണും പുറത്തേക്ക് എടുത്ത് വന്നിട്ടുണ്ട്. അവിടെ ടെഡിക്കുട്ടനാണ് ഈ പാറുക്കുട്ടീനെ കളിപ്പാട്ട് കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടുത്ത ബലൂണും പൊട്ടിച്ചത്. 3ാമത്തെ ബലൂണാന്ന് തോന്നുന്നു കേട്ടോ. അത് 2ാമത്തെ ബലൂണാണ്. അപ്പോൾ എന്തായാലും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റൂബിക്കുട്ടിയും ഇടയ്ക്കൊന്ന് കൂടാൻ വേണ്ടി വന്നാൽ റൂബിക്കുട്ടി അങ്ങനെ ഇങ്ങനെയൊന്നും കൂടത്തൊന്നുമില്ല കേട്ടോ. കൂടിക്കഴിഞ്ഞാൽ ആൾ കൂടിക്കോളും. പക്ഷെ ആൾക്കാണെങ്കിൽ ഭയങ്കര പേടി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പൊട്ടിയ ബലൂണ് മണപ്പിച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ വന്നിട്ട് ആ പൊട്ടും പൊടിയൊക്കെ എടുത്തതാണ്. നമ്മൾ സ്കൂബിക്കുട്ടിയുടെ ഹെയർ നോക്കി അത്ര ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത് വരുന്നുണ്ട്. എന്നാലും ആദ്യത്തെ ആ ഒരു ഹെയർ കാര്യങ്ങളൊക്കെ പോയി. ഇവിടെ ഞാൻ ചിക്കൻ പുഴുങ്ങി വെച്ചേക്കായിരുന്നു കേട്ടോ. അവിടെ ഒരു തല നോക്കിയും ഉണ്ടക്കണ്ണും വെച്ച് നോക്കിയും ആളെ മനസ്സിലായി നമ്മുടെ മണിക്കുട്ടിയാണ് കേട്ടോ. ആളാണ് ഈ നൈസായിട്ട് വന്നിട്ട് അത് എന്താ പറയുക അടിച്ചു മാറ്റാൻ വേണ്ടി വന്ന് നിൽക്കണതാണ് കേട്ടോ. ഞാനിത് വെള്ളത്തിൽ ഇറക്കി വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ബലൂണും നേരത്തെ പൊട്ടിയത്, ഇത് 2ാമത്തെ ബലൂണാണ്. നേരത്തെ പൊട്ടിയത് ഞാൻ അടുക്കളയിൽ കൊണ്ടുവച്ച ബ്ലൂ ആയിരുന്നു. അപ്പോൾ അടുത്ത ബലൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ആരോ ബർത്ത്ഡേക്കോ എന്തോ പരിപാടിക്ക് എന്തോ വാങ്ങിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നാണ്. ദേ ഇവിടെ ഒരുത്തും ബീൻ ബാഗും മാന്തിക്കീർ നോക്കിയും മാന്തിക്കീറും ഞാനാണെങ്കിൽ ഒട്ടിച്ചു വെക്കും. ഇവ മാത്രമല്ല കേട്ടോ, എല്ലാത്തിനും മെയിൻ പരിപാടിയാണ്. ഇവന്മാരെ സ്ക്രാച്ചിങ് ടവറാണ് ഈ പറഞ്ഞ പിള്ളേരെ ഉടുപ്പ് വെക്കുന്ന ഒരു ബാസ്ക്കറ്റും ഈ ഒരു ബീൻ ബാഗും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബലൂൺ വീർപ്പിച്ച് കൊടുക്കാം. അധികം വീർപ്പിച്ചാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ചെറുതാക്കിയാൽ വീർപ്പിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എല്ലാം കൂടി വന്ന് നോക്കിയും അനുസരണയുള്ള പിള്ളേരെ പോലെ വന്നിരിക്കുന്നതൊക്കെ. പക്ഷെ ഒട്ടും അനുസരണയില്ല, ഭയങ്കര കുരുത്തം കെട്ട പിള്ളേരാണ്. നമ്മുടെ മണിക്കുട്ടിയും കൂടി വന്നിരിക്കുന്നത് കേട്ടോ. മണിക്കുട്ടിക്കാണെങ്കിൽ കുഞ്ഞുമണി പോയ പിന്നെ അങ്ങനെ ആരും കൂട്ടില്ല കേട്ടോ. അപ്പൂസ് ഉണ്ടെങ്കിൽ അപ്പൂസ് അങ്ങനെ അധികം കൂട്ടാവില്ല. പക്ഷേ കുഞ്ഞുമണി അങ്ങനെ അല്ലായിരുന്നു. കുഞ്ഞുമണി ഉള്ളപ്പോൾ ഭയങ്കര രസമാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും, കുഞ്ഞുമണി അത്രയും നാൾ ഒറ്റക്കായിരുന്നു. പിന്നീട് ഇവള് വന്നപ്പോഴത്തേക്ക് കുഞ്ഞുമണി പോയി കളഞ്ഞു. കുഞ്ഞുമണി ഇവളും കൂടി ഉണ്ടായിരുന്ന അടിപൊളി കോമ്പയായിരുന്നു കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയില്ല, മണിക്കുട്ടീനെ എപ്പോൾ കയ്യിൽ കിട്ടിയാലും ഇതേപോലെ പിടിച്ച് 2 പീച്ചും 2 ഞെക്കും വെച്ച് കൊടുക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ആരും എനിക്ക് അധികം അങ്ങനെ പീച്ചാൻ ഇഷ്ടമില്ല കേട്ടോ. മണിക്കുട്ടീനെ പീച്ചാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് തോന്നുന്നു അവളുടെ മേത്ത് അധികം ഹെയർ ഒന്നുമില്ല. പിന്നെ അവളുടെ മുഖം കാണുന്നതിലെ ക്യൂട്ടാണ്, പാവത്തും തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞെക്കി പീച്ചാനൊക്കെ തോന്നുന്നത്. ഇവിടെ സ്കൂബിക്കുട്ടിയും ടെഡിക്കുട്ടനും ആ ഒരു ബിൽഡിംഗ് ബ്ലോക്സിൻ്റെ പീസ് വെച്ച് കളിക്കണം. ഇവിടെ ഒരാളുടെ വാലിരിക്കണമെങ്കിൽ ചൂലിയിലും ഭേദവും. വേറെ എന്തോ കുഴപ്പമുണ്ട്. ഇനി ഹിമാലയയുടെ ഫർഗ്ലോ വാങ്ങിച്ചൊന്ന് കൊടുത്തു നോക്കണം ഹെയർ വരാനായിട്ട്. പിന്നെ ഞാൻ ഓർത്ത് ചൂടിൻ്റെ സമയത്ത് വരാതിരിക്കില്ല നല്ലതെന്നൊക്കെ ഓർത്തും. ഇപ്പം മഴയായിട്ടുണ്ടല്ലോ. നമ്മുടെ ലിയോക്കുട്ടൻ ഇവിടെ പെട്ടിരിക്കണം കേട്ടോ. സംഭവം എന്താ വെച്ചാൽ നമ്മുടെ ടെഡിക്കുട്ടൻ്റെ അടുത്താണ് ആ ബലൂൺ ഇരിക്കുന്നത്. ടെഡിക്കുട്ടൻ്റെ അടുത്തുനിന്ന് പോയി അതങ്ങോട്ട് തട്ടിപ്പറിച്ച് വാങ്ങിക്കാനായിട്ട് നമ്മൾ ലിയോക്കുട്ടന് പേടിയാവട്ടെ. ടെഡിക്കുട്ടൻ നോട്ടം നോക്കും. നിനക്ക് ധൈര്യം ഉണ്ടാടാം, ധൈര്യം ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോടാ എന്നുള്ളൊരു മട്ടി നോക്കിക്കണം. ലിയോക്കുട്ടനാണെങ്കിൽ അനുസരണമുള്ളൊരു കുട്ടിയെ പോലെ വന്ന് നോക്കി കാറ്റൊന്നും ആഞ്ഞൊന്ന് വീശിയിരുന്നെങ്കിൽ ആ ബലൂണൊന്നും പറന്ന് പോയേനും. ടെഡിക്കുട്ടൻ്റെ അടുത്ത് പോയി എടുക്കാനുള്ള ധൈര്യം കൊച്ചിനില്ലാട്ടം. അപ്പം അതുകൊണ്ട് തന്നെ അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണെങ്കിൽ ഞാൻ വേഗം തന്നെ വന്നിട്ടാണെങ്കിൽ ബലൂൺ എടുത്ത് കൊടുത്തു. പിന്നെ അവൻ ആ ബലൂണിൻ്റെ പുറകെ തന്നെ പോയിട്ടുണ്ട് കേട്ടോ. ഇവന്മാരവിടെ ഇങ്ങനെ കളിക്കുന്ന നേരം കൊണ്ട് ഞാൻ ഗ്രേവി ഒന്ന് ആറിയോന്ന് അറിയാൻ വേണ്ടി ഫാൻ ഇട്ട് വെച്ചേക്കായിരുന്നു കേട്ടോ. ആറിയോന്ന് അറിയാൻ വേണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞില്ല. അപ്പത്തേക്ക് അവിടെ ടോ എന്നൊരു ശബ്ദം കേട്ടോ. സംഭവം എന്താ വെച്ചാൽ ബലൂൺ ആരോ പൊട്ടിച്ചിട്ടുണ്ട്. ബലൂണ് പോയ സങ്കടത്തിൽ നമ്മൾ ലിയോക്കുട്ടൻ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ആരാണോ പൊട്ടിച്ചത് അറിയത്തില്ല കേട്ടോ. മിക്കവാറും ലിയോക്കുട്ടൻ തന്നെ ആയിരിക്കുള്ളൂ. അവനായിരുന്നല്ലോ തട്ടി കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ബലൂണിൻ്റെ എണ്ണം അടുത്തത് 4ാമത്തെ ബലൂണാണ് കേട്ടോ. 3 എണ്ണം പൊട്ടിയിട്ടുണ്ട്. ഒരു ബ്ലൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അടുക്കളയിലുണ്ട്. അപ്പോൾ അടുത്ത കളർ കേട്ടോ. ഇത് ലാസ്റ്റ് വണ്ണാണ് കേട്ടോ. ഇനി ഇല്ല കേട്ടോ. ഇത് എത്രാമത്തെ? 4ാമത്തെ. ഓരോ പ്രാവശ്യം ഓരോ കളറാണ് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ലിയോക്കുട്ടന്. ഇത് ഏത് കളറായാലൊക്കെ കണക്കൊക്കെ തന്നെയാണ്. പക്ഷെ അവന് പിങ്ക് ഒരുപാട് നേരം കളിച്ചുകൊണ്ട് നടന്നായിരുന്നു കേട്ടോ. അങ്ങനെ പുതിയ ബലൂൺ കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ ലിയോക്കുട്ടൻ ഓടി നടക്കിയിരുന്നു. വിത്തിൻ സെക്കൻഡ്സ് അത് പൊട്ടിച്ചളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവനിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ബലൂൺ പെറുക്കാനും വീർപ്പിക്കാനും മാത്രമേ നേരം കാണുള്ളൂ. ഇത് എത്രാമത്തെ ബലൂണാണ്? ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 4ാമത്തെ 5ാമത്തെ അത്രയും കണ്ട. എനിക്ക് തന്നെ എണ്ണാൻ പറ്റുന്നില്ല. ബ്ലൂ, വൈറ്റ്, ഒരു പിങ്ക്, 4 എണ്ണം പൊട്ടിച്ച്. 5ാമത്തെ ആണ് കേട്ടോ. ഒരു പിങ്കും കൂടി എടുക്കാം. അപ്പോൾ വൈറ്റ് എടുക്കണോ പിങ്ക് എടുക്കണോ എന്നൊക്കെ ഡൗട്ട് അടിച്ച് നിന്നെങ്കിലും ഞാൻ പിങ്ക് തന്നെ എടുത്തു. കാരണം എന്താ വെച്ചാൽ നേരത്തെ വൈറ്റ് ബലൂണിനെക്കാട്ടും കൂടുതൽ അവന് പിങ്ക് കളിച്ചായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇവൻ്റെ കണ്ണിലൊക്കെ ഇങ്ങനത്തെ നിറങ്ങളായിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണേന്ന് അറിയത്തില്ല. പക്ഷെ പിങ്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അവന് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് തോന്നിയായിരുന്നു കേട്ടോ പിങ്കും. അപ്പോൾ ചെക്കൻ കളിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഇട്ട് കൊടുക്കേണ്ട. കൂട്ടിലിട്ട് കൊടുക്കൂല കേട്ടോ ഞാൻ. ഇതും സംഭവം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ കൂട്ടിലിട്ട് കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഇവന്മാരാരെങ്കിലും എടുത്ത് അതൊക്കെ എടുത്ത് വിഴുങ്ങുക. പണ്ട് ആരും എടുത്ത് വിഴുങ്ങി
കുടുങ്ങിയിട്ടുണ്ട്. ബലൂണ് മോഷനിലൂടെ വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂട്ടിലിട്ട് കൊടുക്കില്ല, എൻ്റെ കൺമുന്നിൽ വെച്ചാണ്ട് ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ലിയോ കൂട്ടനാണെങ്കിൽ ബലൂണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. അവൻ്റെ ആ ഒരു ദൗർബല്യത്തെ ഞാൻ മാക്സിമം മുതലാക്കിയാണ്. അവൻ എങ്ങനെയൊക്കെ വട്ട് കളിപ്പിക്കാൻ പറ്റുന്നോ അതേക്കെ പോലെയിട്ട് ഞാൻ വട്ട് കളിപ്പിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. അവസാനം ചെക്കൻ്റെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നി ഇട്ട് കൊടുത്തും. അപ്പോൾ അവന് അവിടെ നിന്നിട്ട് കളിക്കാനൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ അവനെങ്ങനെ ഇരിക്കണം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പ്രാക്ക് തോന്നി. എനിക്ക് സ്നേഹം കൂടിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഞാൻ പിടിച്ച് ഞെക്കി പിച്ച് കളയും കേട്ടോ. അപ്പോൾ നമ്മൾ ലിയോ കൂട്ടനെ പിടിച്ച് 2 ഞെക്കും പിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞു. അങ്ങോട്ടേക്ക് ബലൂൺ ഇട്ട് കൊടുത്തു. ബലൂണിൻ്റെ പുറകെ ഓടി ചെക്കനായിരുന്നു. അതും വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ അതും പൊട്ടിച്ചളഞ്ഞ കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യത്തിലും തീരുമാനമാക്കി എടുത്തിട്ടുണ്ട്. കണ്ട പീസായി കിടക്കണുണ്ടാവും. അപ്പോൾ ഈ ചെക്കൻ്റെ നഖം കളയാതെ ഇനി രക്ഷയില്ല കേട്ടോ. അങ്ങനെ അടുത്ത ബലൂണിൻ്റെയും അന്ത്യം കുറിച്ചിരിക്കണം കേട്ടോ. മിക്കവാറും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാ ബലൂണിൻ്റെ സമാധി ഇന്ന് തന്നെ ഇരിക്കും എന്ന് തന്നെ തോന്നട്ടോ. നമ്മൾ ലിയോ കൂട്ടനാണെങ്കിൽ ബലൂൺ തപ്പിയടക്കണം. അവനറിയത്തില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ എയറാണ്, അതിൻ്റെ പുറമേ ഉള്ളത് ഇതാണെന്നൊന്നും അറിയത്തില്ലല്ലോ. അവനവിടെ തപ്പിയടക്കുകയാണ് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇനി ബാക്കി 2 ബലൂൺ ഉണ്ടായിരുന്നു, പിന്നെ വീർപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു മാറ്റി വെച്ചിട്ടോ. കാരണം ഇതിപ്പോൾ എത്രാമത്തെയാണ്, 5ാമത്തെ 6ാമത്തെ കണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി കൊടുക്കണേക്കാട്ടും വേഗം തന്നെ നമുക്ക് ഗ്രേവി കൊടുക്കാം. ഇത്രയും നേരം ഗ്രേവി 6 വച്ചേക്കായിരുന്നു. അപ്പോൾ 6 ടൈം വരെ പിള്ളേരൊന്നും എന്താ പറയുക സന്തോഷമായിരിക്കട്ടെ എന്നൊക്കെ ഓർത്തിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ചിക്കനാണിത്, ചിക്കൻ ഗ്രേവി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലൊക്കെ കളഞ്ഞെടുക്കണതേ നമ്മുടെ കള്ളി മണിക്കുട്ടി വന്ന് നോക്കിയും എനിക്കും കൂടി ഒരു പീസ് തരുമോ എന്ന് ചോദിച്ച് വന്ന് നിൽക്കണതാണ് കേട്ടോ. ഭയങ്കര കൊതിച്ചിപ്പാറുമാണ്. അപ്പോൾ നമ്മുടെ മണിക്കുട്ടിക്കുള്ളാണ്ട് അതിൻ്റെ എല്ല് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ചിക്കനെ മണം അടിച്ചിട്ട് നമ്മുടെ ടെഡിക്കുട്ടനാണെങ്കിൽ കൊതിമൂത്ത് വന്നിരിക്കണം കേട്ടോ. ഒരു പീസ് എനിക്ക് നേരത്തെ തരുമോ, ഗ്രേവി ആക്കണേ മുന്നേ തരുമെന്നും പറഞ്ഞ് വന്നിരിക്കണം. ഞാനാണെങ്കിൽ ഒരു കണക്കിന് അറ്റപ്പറ്റായിട്ടാണ് കൊടുക്കുന്നത് തന്നെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 4 പീസ് ചിക്കൻ ഉണ്ടാവും. അത് നല്ല പീസൊക്കെ ആയിരിക്കും കേട്ടോ മിക്കപ്പോഴും എടുക്കുന്നതും. പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഇട്ടിട്ടാണ് ഇതാക്കുന്നതും. അപ്പോൾ ഇവന്മാർക്ക് പീസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ബാക്കി ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇവന്മാരാരും തിന്നത്തില്ലല്ലോ. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യണമെങ്കിൽ ആ പീസും കൂടി വേണം. അപ്പോൾ മണം അടിച്ചപ്പോൾ മൂലം എൻ്റെ പുറകെ അടക്കണം. ഇത്രയും നേരം കണ്ണേൻ്റെയൊക്കെ പുറകെ വായി നോക്കി കിടന്ന ആൾക്കാരാണ് ഒരു ക്ഷമയില്ലാതെ ഇപ്പോൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് എൻ്റെ പുറകെ കിടന്ന് വെള്ളം ഉണ്ടാക്കുന്ന കേട്ടോ. ആഴ്ചയിൽ ഒരിക്കൽ കിട്ടുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ ഇത് സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാറുക്കുട്ടിയും മണം പിടിച്ച് വന്ന് നോക്കിയിരിക്കേണ്ട. ഇപ്പോൾ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടില്ല, ടേബിൾമ പൂച്ചക്കീറിയൊക്കെ തുടച്ചാൽ പോകുന്ന കാര്യമല്ലേ ഉള്ളൂ. നമ്മൾ ഇവരെയൊക്കെ എടുത്ത് ഉമ്മൊക്കെ വയ്ക്കുന്നു, അത്രത്തോളം ഒന്നും വരത്തൊന്നുമില്ലല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും. അപ്പോൾ ഇവന്മാർക്ക് ഞാൻ ഗ്രേവി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോയിട്ടോ. ഓൾറെഡി ഇട്ട വീഡിയോ ആയതുകൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടമായി ലൈക്ക് മറക്കേണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.